ഗ്ലാസ്സിലെ അവസാന തുള്ളി കള്ളും കൂടി കുടിച്ചിറക്കിയ ശേഷം രൂപേഷ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. എഴുന്നേൽക്കാൻ പോലും ആവാത്ത വിധം അയാളുടെ ശരീരം ഒന്നാകെ ആടിയുലയുന്നുണ്ടായിരുന്നു. അവൻ കാലുകൾ പതിയെ വലിച്ചിഴച്ചുകൊണ്ട് കള്ളുഷാപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി. വീട്ടിലേക്ക് നടക്കുമ്പോൾ കുറഞ്ഞത് ഒരു 4-5 വട്ടമെങ്കിലും വീണിട്ടുണ്ടാകും. അതിന്റെ തെളിവായി ഷർട്ടിലും പാൻറിലും ആ മണ്ണ് പറ്റിയിരിക്കും. കയ്യിലും കാലിലും പോറലേറ്റ് തോല് ചെറുതായി നീങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ആൾക്കിതൊന്നും ഒരു വിഷയമേ അല്ല. എന്നും പറ്റുന്നതിന്റെ കൂട്ടത്തിൽ പുതിയൊരു മുറിവ് കൂടി, അത്രേയുള്ളൂ. വീണും എഴുന്നേറ്റും അവൻ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ വീടെത്തി. വീടിന്റെ മുറ്റത്ത് എത്തിയപ്പോഴേ അവന്റെ ചെരുപ്പെല്ലാം 2 വശത്തേക്ക് തെറിച്ചിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ ഉമ്മറത്തേക്ക് കയറി വാതിലിൽ അമർത്തി തട്ടി. എടീ! വാതിലിൽ തട്ടുന്നതിനോടൊപ്പം തന്നെ ഉറക്കെ വിളിച്ചു. ആകെ കുഴഞ്ഞിരുന്നു അവന്റെ ശബ്ദം. എടീ, വാതിൽ തുറക്കടി! വന്നു വാതിൽ തുറക്കാൻ സമയം കൊടുക്കുന്നതിനു മുൻപേ അവൻ വീണ്ടും വാതിലിൽ തട്ടി. പിന്നെയും തട്ടാനൊരുങ്ങിയതും അപ്പോഴേക്കും അവൾ വന്നു വാതിൽ തുറന്നിരുന്നു. അവൾ സ്വപ്ന, രൂപേഷിന്റെ ഭാര്യ. എന്താടി വാതിൽ തുറക്കാൻ നിനക്ക് ഇത്ര താമസം? ഞാൻ എത്ര നേരായി ഇവിടെ വന്നു നിന്ന് വിളിക്കുന്നു? ആ കുഴഞ്ഞ ശബ്ദത്തിലും അവൻ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. കണ്ണെടുക്കാതെ അവനെ തന്നെ ഒന്ന് നോക്കി. മൂക്കറ്റം കുടിച്ച് ആടിക്കൊഴഞ്ഞ് കാലുപോലും നിലത്തുറയ്ക്കാതെ നാവ് കുഴഞ്ഞ് മുൻപിൽ വന്നു നിൽക്കുന്നവൻ. അവന്റെ കണ്ണുകളാകെ ചുവന്നിരുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കടി! വാതിൽക്കൽ തന്നെ അനങ്ങാതെ നിൽക്കുന്ന അവളെ ഒരു കൈകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അവൾ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് അകത്തേക്ക് പോകുന്ന അവനെ ഒന്ന് നോക്കി. ഹൃദയത്തിന്റെ ഏതോ ഒരു കോണിൽ അവൾക്കൊരു വേദന തോന്നി. പക്ഷേ അവൾ അത് പുറത്തു കാണിച്ചില്ല എന്നല്ല, കാണിക്കാൻ അവൾക്കിപ്പോൾ തോന്നാറില്ല. പണ്ട് ഒരുപാട് ഉപദേശിച്ചതാണ്, സ്നേഹത്തോടെ തന്നെ. അതൊന്നും വില പോകുന്നില്ലെന്ന് കണ്ട് പിന്നീട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു നോക്കി. അതും ആളെ ഒന്ന് തൊട്ടതുപോലുമില്ല. പിന്നീട് ചാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഭാര്യയും മക്കളും ചത്താലും വേണ്ടിയില്ല, അവന് കുടിക്കണമായിരുന്നു. കുടി നിർത്താൻ പറ്റില്ല. ഭാര്യയെക്കാളും മക്കളെക്കാളും അവന് വലുത് മദ്യം തന്നെയായിരുന്നു. ആദ്യമൊക്കെ നിർത്താമെന്നും ഇനി കുടിക്കില്ലെന്നും അവൻ അവൾക്ക് വാക്കു കൊടുക്കുമായിരുന്നു. എന്നാൽ അതിന് അല്പനേരത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മദ്യം അവനിൽ അത്രമേൽ പിടിമുറുക്കി കളഞ്ഞിരുന്നു. ആദ്യമൊക്കെ അവൾക്ക് സങ്കടമായിരുന്നു, വേദനയായിരുന്നു. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, അവന്റെ മുൻപിലും അവൻ കാണാതെയും. എന്നാൽ ഇന്ന് അവളുടെ കണ്ണിൽ കണ്ണീരില്ല. പകരം വല്ലാത്തൊരു നിർവികാരത മാത്രം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. കുടിച്ചു വന്നാൽ അവൻ പറയുന്ന തെറിയും ദേഹോപദ്രവവും ആദ്യമൊക്കെ അവൾക്ക് സഹിക്കാൻ വല്ലാത്ത പ്രയാസമായിരുന്നു. എന്നാൽ ഇന്നതും അവൾക്കൊരു ശീലമായിരിക്കുന്നു. ചില ദിവസങ്ങളിൽ അവൾക്ക് വല്ലാതെ വേദനിക്കും. നേരം വെളുക്കുന്നതുവരെ ആരും കാണാതെ അവൾ കരഞ്ഞു തീർക്കുന്നു. ചിലപ്പോൾ അവൾക്ക് തോന്നും മക്കളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും നാടുവിട്ടാലോ എന്ന്. പക്ഷേ അവൾക്കതിനും പറ്റുന്നില്ല. കാരണം ഈ വീട് വിട്ടാൽ അവൾക്ക് പിന്നെ പോകാൻ ഒരിടമില്ല. കയറി ചെല്ലാൻ ഒരിടമോ അവൾക്ക് വേണ്ടി ചോദിക്കാൻ ഒരാളോ ഇല്ല. ഇവിടെയാകുമ്പോൾ മക്കളെയും വെച്ച് അടിച്ചുറപ്പുള്ള 4 ചുവരിനുള്ളിൽ ആരെയും പേടിക്കാതെ ഉറങ്ങാലോ. മക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി അവളെല്ലാം സഹിക്കുന്നു. അച്ഛൻ കുടിച്ചു വന്ന് അമ്മയെ ചീത്ത വിളിക്കുന്നതും വേദനിപ്പിക്കുന്നതും കണ്ടു നിൽക്കാനുള്ള ധൈര്യം ആ 5-ാം ക്ലാസ്സുകാരിക്ക് 3-ാം ക്ലാസ്സുകാരനുമില്ല. അവൾക്കും തൻ്റെ മക്കൾ അത് കാണുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൻ വരുന്നതിനു മുൻപേ മക്കൾക്ക് ചോറ് കൊടുത്ത് ഉറക്കിക്കിടത്തുന്നത്. നേരത്തെ കിടക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ആദ്യമൊന്നും ഉറക്കം വരാറ് പോലുമില്ലായിരുന്നു. പിന്നീട് പതിയെയാണ് നേരത്തെ കിടന്നുറങ്ങി അവർക്ക് ശീലമായത്. അന്നൊരു ദിവസം പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവൻ കയറി വന്നത്. 2 പേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങാനാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവൻ വന്ന് വഴക്കുണ്ടാക്കുന്നത് കണ്ട് പേടിച്ച് 2 പേരും പനി പിടിച്ചു പേടിച്ചു കിടന്നത് 3 ദിവസമാണ്. അവൻ ചെന്ന് എന്നും ഊണ് കഴിക്കാറുള്ളിടത്ത് ഇരുന്നു. ഇപ്പോൾ ആ വീട്ടിൽ മേശയൊന്നുമില്ല. പണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ കള്ളു കുടിക്കാൻ തുടങ്ങിയ ശേഷം കള്ളു കുടിക്കാൻ വേണ്ടി തന്നെ അവൻ കൊണ്ടുപോയി വിറ്റതാണ് അത്. അതുമാത്രമല്ല, വീട്ടിലെ പല സാധനങ്ങളും പാത്രങ്ങളടക്കം അവൻ കള്ളു കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി വിറ്റിരിക്കുന്നു. നിലത്ത് അവൻ ചെന്നിരുന്നതും അവൾ ചെന്ന് ചോറും കറിയും എടുത്തുകൊണ്ടുവന്ന് അവന് വിളമ്പിക്കൊടുത്തു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ചോറും കറികളും വിളമ്പിക്കൊടുത്ത് 1 ഗ്ലാസ് വെള്ളവും അതിൻ്റെ കൂടെ മറ്റൊരു പാത്രത്തിലും അല്പം വെള്ളം കൂടി അരികത്തായി വെച്ചു.
ശേഷം അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആ അടുക്കളപ്പടിയിൽ അങ്ങനെയിരുന്നു. ഇനി ആ ഗ്ലാസ് വെള്ളം തീർന്നാൽ വീണ്ടും വിളിച്ചു കൂവും. അതുകൊണ്ടാണ് മറ്റൊരു പാത്രത്തിൽ കൂടി വെള്ളം വെച്ചു കൊടുത്തത്. വെയ്യ ആ അലറലൊന്നും കേൾക്കാൻ. രാത്രി എല്ലാവരും ഉറങ്ങാനുള്ള തിരക്കിലായിരിക്കും. ആ സമയത്ത് ഇവിടെ നിന്ന് വെറുതെ ഒരു ഒച്ചയും ബഹളവും കേൾപ്പിക്കേണ്ട. അല്ലെങ്കിലേ ആളുകൾക്ക് നല്ല മതിപ്പാണ്. അവരുടെ സഹതാപം പറച്ചിലും മറ്റും കേൾക്കുമ്പോൾ തന്നെ ജീവിതം ഒന്നുകൂടി വെറുത്തു പോകും. പറയുമ്പോഴുള്ള സഹതാപമൊന്നും അവർക്ക് ശരിക്കും ഉണ്ടാകില്ല. പുറമേ സങ്കടം പറഞ്ഞ് ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും അവരൊക്കെ. മതി, സഹിച്ചു മടുത്തു. ജീവിതം തന്നെ വെറുത്തു പോയിരിക്കുന്നു. മക്കളെ ഓർത്ത് മാത്രമാണ് എല്ലാം സഹിച്ചിങ്ങനെ കടിച്ചു പിടിച്ചു നിൽക്കുന്നത്. ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ നേർത്തൊരു നനവ് വരുന്നുണ്ടോ? ഇല്ല. ഉള്ളിൽ 1000 വട്ടം ഇനിയും കരഞ്ഞാലും പുറമേ ആർക്കു മുൻപിലും കരയില്ലെന്ന് ഉറപ്പിച്ചവളാണ് അവൾ. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റിപ്പോയവളാണ് അവൾ. അവൻ മുൻപിലിരിക്കുന്ന പാത്രത്തിലേക്കൊന്ന് നോക്കി. ചോറും മീൻകറിയുമാണ്. നല്ല കട്ടിയിൽ മുളകിട്ട് വെച്ച മത്തിക്കറി. ആ ആഹാരത്തിനോട് വാശി കാണിക്കാൻ അവന് തോന്നിയില്ല. അവൻ അതെല്ലാം കൂട്ടിക്കൊഴിച്ച് കഴിച്ചു തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് പാത്രത്തിലെ വെള്ളം ഉപയോഗിച്ച് ആ ചോറ് കഴിച്ച പ്ലേറ്റിലേക്ക് അവിടെ വെച്ച് തന്നെ കൈ കഴുകി. പിന്നെ അരയിൽ നിന്ന് മദ്യത്തിന്റെ ചെറിയൊരു കുപ്പി പുറത്തേക്കെടുത്തു. ആ കുപ്പിയുടെ ഏറ്റവും അടിഭാഗത്ത് അല്പം മദ്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. അവൻ അത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അല്പം വെള്ളം കൂടി കൂട്ടിച്ചേർത്ത് വലിച്ചൊരു കുടി. ആ ഗ്ലാസ്സിലെ ചുവന്ന വെള്ളം അകത്തേക്ക് വീണ്ടും ചെന്നതും അവന്റെ ശബ്ദം വീണ്ടും പുറത്തേക്ക് വന്നു. എടീ സ്വപ്നേ. അടുക്കളപ്പടിയിൽ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അവൾ അവന്റെ വിളി കേട്ട് ഞെട്ടി. എടീ, എവിടെ പോയി കിടക്കാടി നീ? ഇങ്ങോട്ട് വാടി. അവന്റെ ഉച്ചത്തിലുള്ള ശബ്ദം വീണ്ടും. അവൾ ചുറ്റുമൊന്ന് നോക്കി. എവിടെയും ആരും ഉറങ്ങിയിട്ടില്ല. എല്ലായിടത്തും വെളിച്ചമുണ്ട്. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. പിന്നെ പതിയെ അകത്തേക്ക് നടന്നു. അവളൊന്നും പറഞ്ഞില്ല. വെറുതെ ചെന്ന് ഹാളിലെ വാതിലിൽ ചാരി അങ്ങനെ നിന്നു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല. എടീ, അവൻ ആർത്തു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവനു മുൻപിൽ കാലിയായി വീണുകിടക്കുന്ന മദ്യത്തിന്റെ കുപ്പി അവൾ കണ്ടത്. വീണ്ടും കുടിച്ചിരിക്കുന്നു. അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഇങ്ങനെയൊരുത്തനെ താൻ എന്തിനു സഹിക്കണം? അതിന്റെ ആവശ്യം എന്താണ്? അവൾ ചിന്തിക്കാതിരുന്നില്ല. ഇവിടെ നോക്കടി. അവന്റെ കണ്ണുകളിൽ അവളെ ചുട്ടിരിക്കാനുള്ള ദേഷ്യം. നിങ്ങൾക്കെന്തിന് എന്നോട് ഇത്ര ദേഷ്യം തോന്നണം? സമയാസമയം തിന്നാൻ വെച്ചുണ്ടാക്കി വിളമ്പി തന്നിട്ടോ? ദേഷ്യം തോന്നേണ്ടതും പ്രകടിപ്പിക്കേണ്ടതും വെറുക്കേണ്ടതും താനല്ലേ? തന്നെ ഇത്രമാത്രം ദ്രോഹിക്കുന്നതിൽ, വേദനിപ്പിക്കുന്നതിൽ തന്നെ മാത്രമല്ല, ഒന്നും അറിയാത്ത ആ മക്കളെയും. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അത് പുറമേ കാണിക്കാതിരിക്കാൻ അവൾ ഒന്നും പറയാതെ അവനെ തന്നെ ഒന്ന് തറപ്പിച്ചു നോക്കി. എന്താടി, നീ എന്നെ നോക്കി ദഹിപ്പിക്കുന്നോ? കണ്ണെടുക്കാതെ അവൾ തറപ്പിച്ചു നോക്കുന്നത് കണ്ട് അവൻ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് അവളോട് ചോദിച്ചു. അവളൊന്നും പറയാതെ ഒരു തരം പുച്ഛത്തോടെ തല തിരിച്ചു കളഞ്ഞു. അതും കൂടിയായതും അവന്റെ ദേഷ്യം ഒന്നുകൂടി കൂടി. എന്താടി നിനക്കൊരു പുച്ഛം? നിന്നെ ഞാനിന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്ന് അവളുടെ മുടിക്കുത്തിൽ അമർത്തി പിടിച്ചു. ആ വിട്, അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ അവൻ ഒന്നുകൂടി പിടിമുറുക്കി. നിങ്ങളോട് വിടാനല്ലേ പറഞ്ഞേ? എനിക്ക് വേദനിക്കുന്നു. ഓരോ മുടിനാരും പറഞ്ഞു പോരുന്ന വേദനയിൽ അവൾ സകല ശക്തിയുമെടുത്ത് അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അതുകണ്ട് അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. വേദനിച്ചെങ്കിലും കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവന്റെ മുൻപിൽ തോറ്റുകൊടുക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അത്രമേൽ അവൾക്ക് മടുത്തു പോയിരുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാൻ പോലും തയ്യാറാകാതെ അവൾ നിന്നിടത്ത് തന്നെ ഒരേ നിൽപ്പ് നിന്നു. അവളുടെ നിൽപ്പും ഭാവവും കണ്ട് അവന്റെ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. അവൾ പോലും പ്രതീക്ഷിക്കുന്നതിനു മുൻപേ അവൻ വേഗത്തിൽ വന്ന് അവളുടെ മുഖം നോക്കി ഒന്നു കൊടുത്തു. അവളുടെ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുപോയി. അവൾ പതിയെ മുഖമുയർത്തി അവനെയൊന്ന് നോക്കി. ഇതാദ്യമായല്ല അവൻ കൈനീട്ടി അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. എന്നാൽ കുടിച്ചു വന്ന് ആദ്യമായി അവൻ തല്ലിയപ്പോൾ അവൾ ഒന്ന് ഞെട്ടിയിരുന്നു, കരഞ്ഞിരുന്നു, അത്രമേൽ വേദനിച്ചിരുന്നു. കാരണം മദ്യപിക്കുന്നതിനു മുൻപ് അവനെപ്പോലെ വേറെ ആരും ഇത്രമേൽ അവളെ സ്നേഹിച്ചിരുന്നില്ല. മദ്യം, നിറമുള്ളതും ഇല്ലാത്തതുമായ ആ വിഷവെള്ളം ആയിരുന്നു അവളുടെ ജീവിതം ഇത്രമേൽ തകർത്തത്.
കല്യാണം കഴിഞ്ഞപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവളൊന്ന് ചിരിച്ചു തുടങ്ങിയത്, ജീവിച്ചു തുടങ്ങിയത്. അമ്മയെയും അച്ഛനെയും കണ്ട ഓർമ്മ പോലും അവൾക്കില്ല. ഓർമ്മ വെച്ച കാലം മുതൽ അമ്മാവന്റെ വീട്ടിലാണ്. അമ്മയും അച്ഛനും പണ്ടൊരു അപകടത്തിൽ മരിച്ചതാണെന്ന് പറയുന്നു. അതും കേട്ടറിവ് മാത്രം. ചോദിക്കാനും പറയാനും അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരവളെ ആവോളം കഷ്ടപ്പെടുത്തി. അവസാനം 18 വയസ്സായപ്പോൾ കടമ തീർക്കാനെന്ന പേരിൽ അവളെ കല്യാണം കഴിപ്പിച്ചയച്ച് അവളെന്ന ബാധ്യത ഒഴിവാക്കി. സ്ത്രീധനമായി പണമായോ പൊന്നായോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അവൾക്ക്. അവനൊന്നും വേണമെന്ന് ആവശ്യപ്പെട്ടതുമില്ല. അവളെ മാത്രം മതിയെന്നായിരുന്നു അവൻ പറഞ്ഞത്. അവനും ഇതുപോലെ തന്നെയാണ്. അവന്റെ 15ാമത്തെ വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചു. 20ാമത്തെ വയസ്സിൽ ഒരു പനിയുടെ രൂപത്തിൽ അമ്മയും അവനെ വിട്ട് അച്ഛന്റെ അടുത്തേക്ക് പോയി. കല്യാണം നടത്തിക്കൊടുക്കാനും മറ്റും അവന്റെ ബന്ധുക്കളെല്ലാം കൂടെയുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷവും എല്ലാവർക്കും അവനെ വലിയ കാര്യമായിരുന്നു. എന്നാൽ അവൻ എന്ന് കള്ളുകൂടി തുടങ്ങിയോ അന്നു മുതൽ എല്ലാവരും അവനിൽ നിന്നും അകന്നു തുടങ്ങി. കുടിച്ചു നടക്കുന്ന അവനെക്കൊണ്ട് ഇനി ഒരു ഉപകാരവും ഉണ്ടാകില്ലെന്ന് തോന്നിക്കാണും. അവരെല്ലാവരും ചേർന്ന് ഒരു പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ 2 മക്കളുമുണ്ട്. അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ആരും മെനക്കെട്ടില്ല എന്നതാണ് സത്യം. അവളും പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വലിഞ്ഞു കയറി ചെന്നതുമില്ല. അവനെ ഇതുപോലൊരു കള്ളുകുടിയനാക്കിയത് അവന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാർ തന്നെയാണ്. അവൻ ചെന്നുപെട്ട കൂട്ടുകെട്ട് അത്തരത്തിലുള്ളതായിരുന്നു. നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവരവന് നൽകിയത് മദ്യമാണ്. അവർക്കും ഇവനെപ്പോലെ തന്നെ കുടിച്ചു നടക്കലാണ് പണി. അവരുടെ വീട്ടിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ. അവൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ കൂട്ടുകെട്ട് ശരിയല്ലെന്നും ഇങ്ങനെ കുടിച്ചു നശിക്കരുതെന്നും. എന്നാൽ അവൾ പറയുന്നത് അവനുണ്ടോ കേൾക്കുന്നു? അവനിത് നേരെ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ പിന്നെ അവർക്കെല്ലാം അവളോട് വല്ലാത്ത ദേഷ്യമാണ്. കുടിച്ചാലും അവളെ ഉപദ്രവിക്കാതിരുന്ന അവൻ അവളെ ഉപദ്രവിച്ചു തുടങ്ങിയതും അവർ പറഞ്ഞ് അവനെ എരിക്കേറ്റി കൊടുക്കുന്നത് കൊണ്ടാണ്. അത് അവൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്കും അവരെ കണ്ണിന് നേരെ കണ്ടൂടാ. തൊട്ടു പോകരുതെന്നെ. ഇനി എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ അത് കൊണ്ടുനിന്നെന്ന് വരില്ല. അവൻ വീണ്ടും അവളെ അടിക്കാനായി കൈ ഓങ്ങിയതും അവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ അവളെയും അവൾ പിടിച്ചു വെച്ചിരിക്കുന്ന അവന്റെ കൈയിലേക്കും ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ധൈര്യമുള്ളതുപോലെ. എടാ രൂപേഷേ, നീ ഒന്ന് മനസ്സിലാക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ദേ നമ്മൾ വരയ്ക്കുന്ന വരയിൽ നിർത്തണം. ഒരിക്കൽ എവിടെയും താഴ്ന്നു കൊടുത്താൽ പിന്നെ ഇവളുമാർക്ക് വല്ലാത്ത ധൈര്യ. ആ തന്റെ ഇടം നമുക്ക് അത്ര നല്ലതിനാവില്ല. അതുകൊണ്ട് അവൾ എപ്പോഴേലും നിനക്ക് നേരെ ഒച്ചയെടുത്താൽ പറഞ്ഞിട്ടോ തല്ലിയിട്ടോ അവളുടെ ആ അഹങ്കാരം അങ്ങ് തീർത്തു കൊടുത്തേക്കണം. അല്ലെങ്കിൽ പിന്നെ ആണാണെന്നും പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്താടാ കാര്യം? ഇനി അതിലൊന്നും അടങ്ങിയില്ലേ? മണ്ണെണ്ണയില്ലേ വീട്ടില്? അതൊഴിച്ചങ്ങ് കത്തിച്ചു കളഞ്ഞേക്കണം. അല്ല പിന്നെ. മുൻപൊരിക്കൽ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞു കൊടുത്തതാണ് അത്. അവൾ പിടിച്ചു വെച്ചിരിക്കുന്ന അവന്റെ ആ കൈയിലേക്ക് നോക്കുമ്പോൾ അവന് അതായിരുന്നു ഓർമ്മ വന്നത്. അവൻ അവളുടെ ആ കൈ വാശിയിൽ കുടഞ്ഞെറിഞ്ഞു. പിന്നെ അവളെ ദേഷ്യത്തിലൊന്ന് നോക്കിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് ഒരു പോക്ക്. അവൾ നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. ഒരേ നിൽപ്പ് നിന്നു. അടുക്കളയിലെത്തിയ അവൻ 4 പാടും തിരഞ്ഞു. അവസാനം തിരഞ്ഞതെന്തോ കണ്ടെത്തിയതുപോലെ അവനൊന്ന് നിന്നു. പിന്നെ അതും എടുത്ത് ഹാളിലേക്ക് വന്നു. അവൾ അടുക്കളവാതിൽക്കലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ഹാളിലേക്ക് കയറി വന്നത്. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. അവൻ കയ്യിൽ പിടിച്ചിരുന്ന മണ്ണെണ്ണയുടെ കുപ്പി അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനേക്കാൾ ഉപരി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതെന്താണെന്ന് മനസ്സിലായോ? അവൻ ആ കുപ്പി ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അവൾ ആ മണ്ണെണ്ണക്കുപ്പിയിലേക്കും അവന്റെ മുഖത്തേക്കും ഒന്ന് നോക്കി. അവളുടെ നെഞ്ചൊന്ന് പിടച്ചു. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി. ചോദിച്ചത് കേട്ടില്ലേ? ഇതെന്താണെന്ന് മനസ്സിലായോന്ന് അവൻ വീണ്ടും അവളോട് ചോദിച്ചു. മണ്ണെണ്ണ. അവൾ പ്രത്യേകിച്ച് ഭാവമാറ്റം ഏതുമില്ലാതെ തന്നെ പറഞ്ഞു. ഓ, അപ്പോ നിനക്കറിയാം. എന്നിട്ടെന്താടി നീ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നേ? അവൻ അവൾക്കരികിലേക്ക് പതിയെ വന്നുകൊണ്ട് ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. എന്തിന്? നിന്നിടത്തു നിന്നും അനങ്ങിയതുപോലുമില്ല. ഇനി നിനക്കിത് എന്തിനാണെന്ന് അറിയില്ലേ? എന്തിനാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടി. നീ എന്റെ കയ്യിൽ പിടിച്ചു വെക്കും അല്ലേടി? പറഞ്ഞുകൊണ്ട് അവൻ ആ കുപ്പിയുടെ അടപ്പ് തുറന്ന് അവളുടെ തലയിലൂടെ കമിഴ്ത്തി. അവൾ ശരിക്കും ഒന്ന് ഞെട്ടി. അങ്ങനെയൊന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആദ്യമായി കാണുന്നത് പോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി.
ഇനി പറയടി, ഇതെന്തിനാണെന്ന് മനസ്സിലായോ? അവൻ അവളോട് വീണ്ടും ഉച്ചത്തിൽ തന്നെ ചോദിച്ചു. അവളൊന്ന് അവനെ തന്നെ നോക്കി. പിന്നെ പതിയെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, എന്നെ ചുടാൻ. അവൾ പറഞ്ഞതും അവനൊന്ന് അവളെ നോക്കി ചിരിച്ചു. അവൾ ആ ചിരിയിലേക്ക് തന്നെ നോക്കി നിന്നുപോയി ഒരു നിമിഷം. കല്യാണം കഴിഞ്ഞ നാളുകളിലെ രൂപേഷിനെ അവൾ ഓർത്തു. അന്നെല്ലാം എന്തു സ്നേഹമായിരുന്നു തന്നോട്. ചെറിയ മോനുണ്ടായിട്ടും ആ ഇഷ്ടത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്ന് കൂടി തുടങ്ങിയോ അന്ന് നശിച്ചു ഈ കുടുംബം. അപ്പോ നിനക്ക് അത് അറിയാം അല്ലേ? എന്നാ കേട്ടോ, ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോണത്. തീപ്പെട്ടി എവിടെയാണാവോ? പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് തന്നെ തിരികെ നടന്നു. അവൾ അവൻ പോകുന്നതും നോക്കി നിന്നു. ഇപ്പോൾ അവൻ ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന ബോധം അവനില്ലെന്ന് അവൾക്ക് തോന്നി. അവന്റെ സ്വബോധം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവൻ വേറെ ഏതോ ലോകത്താണ്. മദ്യം അവനെ വേറെ ഏതോ ലോകത്ത് കൊണ്ടെത്തിച്ചിരിക്കുന്നു. ആ ലോകത്തായിരിക്കുമ്പോൾ അവൻ എന്തും ചെയ്യും. അവനൊന്നിനും മടിക്കില്ലെന്ന് പോലും അവൾക്ക് തോന്നി. ഈ തീപ്പെട്ടി ഇത് എവിടെയാണാവോ കൊണ്ടുപോയി വെച്ചേക്കുന്നേ? അടുക്കളയിൽ നിന്നും അവൻ പറയുന്നത് കേൾക്കാം. കൂട്ടത്തിൽ എന്തൊക്കെയോ പാത്രങ്ങൾ വീഴുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. സ്വപ്നേ, എടി സ്വപ്നേ, എവിടെയാടി നീ ഈ തീപ്പെട്ടി കൊണ്ടുപോയി വെച്ചേക്കുന്നേ? അവൻ അടുക്കളയിൽ നിന്നും വിളിച്ചു ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും ഇതിനൊക്കെ എന്തു പറയാനാണ്? അവൾ അവളെ തന്നെ ഒന്ന് നോക്കി. മണ്ണെണ്ണയിൽ കുളിച്ചാണ് കിടക്കുന്നത്. അതിന്റെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് അടിച്ചടിച്ച് കയറുന്നു. അവൾ തൊട്ടരികിലുള്ള കസേരയിൽ ചെന്നിരുന്നു. അവൾക്ക് ആകെ വല്ലാതെയാകുന്നുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ജനിക്കേണ്ടിയിരുന്നില്ല എന്നുവരെ അവൾക്ക് തോന്നിപ്പോയി. അപ്പോഴേക്കും എവിടെ നിന്നോ തിരഞ്ഞു പിടിച്ച് അവനൊരു തീപ്പെട്ടി എടുത്തുകൊണ്ടു വന്നു. അയ്യോ അമ്മയെ ഒന്നും ചെയ്യല്ലേ അച്ഛാ. അതിൽ നിന്നും ഒരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് കത്തിക്കാൻ നോക്കുമ്പോഴേക്കും അതും പറഞ്ഞുകൊണ്ട് അകത്തുനിന്നും മക്കൾ രണ്ടുപേരും ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്നു. അവളൊരു നിമിഷം ഒന്ന് ഞെട്ടി. മക്കൾ എപ്പോ എഴുന്നേറ്റു? അപ്പോ ഇതിനു മുൻപ് നടന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ടാകുമോ? അവൾക്കാകെ വല്ലായ്മ തോന്നി. മക്കൾ ചെന്ന് കിടന്നോ, അമ്മ വരാം. അവൾ പറഞ്ഞുകൊണ്ട് മക്കളെ തന്നിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിച്ചു. ഇല്ല, ഞങ്ങൾ പോവില്ല, അവർ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. അമ്മയുടെ നല്ല മക്കളല്ലേ, അമ്മ പറയുന്നത് കേൾക്ക്. ചെല്ല്, അകത്തേക്ക് പോ, ഇവിടെ നിൽക്കേണ്ട, അവൾ വീണ്ടും പറഞ്ഞു. എന്നാൽ മക്കള് അവളെ ഒന്നുകൂടി മുറുക്കെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇല്ലെന്ന് തന്നെ പറഞ്ഞു. എന്റെ മക്കള്. അവൾക്കാകെ വല്ലായ്മ തോന്നി. പിന്നെ അവൾ ഓർത്തു, ഇത് തന്നെയാണ് നല്ലത്. താൻ മരിച്ചാൽ തന്റെ മക്കൾ എങ്ങനെ ജീവിക്കും? ഇതേ അവസ്ഥയാണെങ്കിൽ രൂപേശേട്ടൻ മക്കളെ നോക്കുമെന്നതിൽ യാതൊരു ഉറപ്പുമില്ല. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെ പോലും വെറുതെ വിടാത്തവരാണ്. താൻ പോകുമ്പോൾ മക്കളും കൂടെ വരട്ടെ. അവരെ തനിച്ചാക്കി പോകാൻ വയ്യ. അവരെ കൊല്ലുന്നത് അവരുടെ അച്ഛൻ തന്നെയല്ലേ. എന്റെ മക്കളുടെ ഗതി ഇതായി പോയല്ലോ എന്റെ ദൈവമേ. അവളുടെ ഉള്ളം വിങ്ങി. അവൾ തന്റെ രണ്ടു മക്കളെയും തന്നോട് ചേർത്ത് പിടിച്ച് അവരുടെ തലയിലൂടെ ഒന്ന് തലോടി. മക്കളെ കണ്ടതും അവനൊന്ന് നിന്നു. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ തലയൊന്നാകെ പൊട്ടിപ്പിളരുന്നത് പോലെ. അവൻ അവന്റെ മുടിയിൽ വിരൽ കോർത്തു പിടിച്ചു. രൂപേശേട്ടൻ എന്താ ചോദിച്ചേ? ഇതെന്താണെന്ന് അറിയോ? ഇതെന്തിനാണെന്ന് അറിയോന്നോ? എന്നാൽ കേട്ടോ, എനിക്കറിയാം ഇതെന്താണെന്നും എന്തിനാണെന്നും. കാരണം ഞാനാണ് ഇത് പൈസ കൊടുത്ത് ഇവിടെ വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചത്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കറിയോ ഇതെന്താണെന്ന്? പോട്ടെ, ഇതറിയണ്ട. അരിയും ഉപ്പും ചായപ്പൊടിയും പഞ്ചസാരയും ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, കാലം കുറച്ചായി ഈ വക സാധനങ്ങൾ എന്തേലും നിങ്ങൾ ഇവിടേക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ട്. എനിക്ക് കുടിക്കാനോ തിന്നാനോ എന്തിന് ഉടുക്കാനോ നിങ്ങൾ തരേണ്ട. നിങ്ങളുടെ രണ്ടു മക്കളില്ലേ ഇവിടെ? അവർക്ക് 1 രൂപയുടെ മിഠായി എങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് കാലം എത്രയായി? അതും പോട്ടെ, അവരോട് സ്നേഹത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് കാലം എത്രയായി? നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രൂപേശേട്ടാ. നിങ്ങൾ ഇവർക്ക് നല്ലൊരു അച്ഛനായിരുന്നു. എനിക്ക് നല്ലൊരു ഭർത്താവായിരുന്നു. പറഞ്ഞു അവസാനം എത്തുമ്പോഴേക്കും അവൾ വിതുമ്പിപ്പോയിരുന്നു. അവളുടെ സ്വരം ഇടറിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ എവിടെയോ കൊണ്ടു. അവൻ അവളോട് ചേർന്ന് നിൽക്കുന്ന മക്കളെ ഒന്ന് നോക്കി. അമ്മയെ ചുറ്റിപ്പിടിച്ച് തന്റെ മുഖത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. പേടിച്ചിട്ടെന്ന വണ്ണം ഉടലാകെ വിറയ്ക്കുന്നുണ്ട്. അവൻ കണ്ണുകൾ ഒന്ന് ഇറുക്കെ ചിമ്മി. പിന്നെ കയ്യിൽ പിടിച്ചിരുന്ന തീപ്പെട്ടി താഴെയിട്ടു. ശേഷം അവരെ ഒന്ന് നോക്കി. അതും കഴിഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു.
അവൻ പോകുന്നതും നോക്കി അവൾ തന്റെ മക്കളെയും ചേർത്തു പിടിച്ച് കുറച്ചുനേരം അതേ ഇരുത്തം ഇരുന്നു. വാ, അമ്മ മേലു കഴുകിച്ച് മക്കൾക്ക് വേറെ കുപ്പായം ഇട്ടുതരാം. ഇതിലങ്ങനെ മണ്ണെണ്ണയാ. പറഞ്ഞുകൊണ്ട് അവൾ മക്കളെയും കൂട്ടി ബാത്റൂമിലേക്ക് നടന്നു. കൂട്ടത്തിൽ 2 പേർക്കും മാറിയൊടുക്കാനുള്ള ഉടുപ്പും എടുത്തു പിടിച്ചിരുന്നു. അവർ കുളിച്ച് മുറിയിലേക്ക് വന്ന ശേഷം അവൾ ചെന്ന് ഹാളൊന്നാകെ തുടച്ച് വൃത്തിയാക്കി. എന്നിട്ടും അവിടെയാകെ മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം നിറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി. പിന്നെ അവളും ചെന്ന് കുളിച്ച് ഡ്രസ്സും മാറ്റി വന്നു. കുളി കഴിഞ്ഞ് മുറിയിലേക്ക് വരുമ്പോൾ അവളൊന്ന് വെറുതെ ഉമ്മറത്തേക്ക് നോക്കി. അവൻ അവിടെ ഉമ്മറത്തെ തിണ്ണയിൽ മലർന്നു കിടക്കുന്നുണ്ട്. അവൾ വെറുതെ വാതിലൊന്ന് ചാരി വെച്ച ശേഷം മുറിയിലേക്ക് വന്നു. മുറിയിൽ 2 പേരും കട്ടിലിൽ കിടക്കുന്നുണ്ട്. ഉറങ്ങിയിട്ടില്ല, കണ്ണു തുറന്നാണ് കിടക്കുന്നത്. ചെറിയവൻ അപ്പുവിനെ മൂത്തവൾ മാളു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. വാതിൽ പതിയെ ചാരി വെച്ച ശേഷം അവളൊരു ചിരിയോടെ മക്കളുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവർ 2 പേർക്കും നടുവിലായി കയറിക്കിടന്നു. ഒന്നുമില്ലാട്ടോ, ഉറങ്ങിക്കോ. അവരെ 2 പേരെയും ഒരുപോലെ ചേർത്തു പിടിച്ച് നെറുകിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. അമ്മേ, അച്ഛനമ്മേ ശരിക്കും കത്തിക്കോ? മാളുവാണ് അത് ചോദിച്ചത്. അമ്മയുടെ മറുപടി എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പു അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടപ്പാണ്. ഏയ് ഇല്ലടാ മക്കളെ, അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യോ? അച്ഛൻ കുടിച്ചു വന്ന് നമ്മളെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യണതാണ്, അവൾ പറഞ്ഞു. ശരിക്കും? അപ്പു ചോദിച്ചു. ആന്നേ, ശരിക്കും. അവൾ അപ്പുവിൻ്റെ കവിളിലൊന്ന് കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു. അച്ഛൻ എന്തിനാ അമ്മേ ഇങ്ങനെ കുടിക്കണത്? മാളു വീണ്ടും ചോദിച്ചു. അത് അമ്മയ്ക്കും അറിയില്ല മോളെ, അച്ഛൻ എന്തിനാ ഇങ്ങനെ കുടിക്കണതെന്ന്. അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു. പണ്ടത്തെ അച്ഛനായാൽ മതിയായിരുന്നു, കുടിക്കാത്ത അച്ഛൻ. അപ്പു പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. പണ്ടത്തെ അച്ഛൻ തന്നെയാകും. എൻ്റെ മക്കള് ഇപ്പോൾ ഉറങ്ങിക്കോട്ടോ, അവരുടെ കയ്യിൽ പതിയെ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവരവളോട് ഒന്നുകൂടി ചേർന്ന് കണ്ണടച്ചു കിടന്നു. അപ്പോഴും അവരുടെ ഉയർന്ന ഹൃദയമിടിപ്പ് അവൾ അറിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അറിയുന്നതുകൊണ്ട് തന്നെ അവൾക്കും വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി. ഇങ്ങനെ പോയാൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും എൻ്റെ ദൈവമേ, അവൾക്ക് വല്ലാത്ത ആദി തോന്നി. പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ മക്കൾ 2 പേരും നല്ല ഉറക്കമാണ്. അവളെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് കിടക്കുന്നത്. അവൾ അവരുടെ നെറുകിലൂടെ തലോടി ആ നെറ്റിയിൽ അമർത്തി മുത്തി. അവൾക്ക് അവരോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവരെ ഒന്നുകൂടി പുതപ്പിച്ചു കൊടുത്ത ശേഷം അവൾ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. ഹാളിലേക്ക് കടന്നതും മണ്ണെണ്ണയുടെ ഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഇതെന്തൊരു മണമാണ്, ഇതുവരെ കുറഞ്ഞില്ലല്ലോ, അവൾ ചിന്തിച്ചു. ഹാളിലും മറ്റേ മുറിയിലും ഒന്നും അവനെ കണ്ടില്ല. അവൾ ഹാളിൽ നിന്ന് ഉമ്മറത്തേക്കുള്ള വാതിൽ തുറന്നു നോക്കി. ഉമ്മറത്തെ തിണ്ണയിൽ അവൻ മലർന്നു കിടപ്പുണ്ട്. അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ വാതിലടച്ച് അകത്തേക്ക് തന്നെ വന്നു. നേരം വെളുത്തു വരുന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉമ്മറത്തെ വാതിൽ തുറന്നിട്ടാൽ ശരിയാവില്ല. എന്തെങ്കിലും ഇഴഞ്ഞ് അകത്തേക്ക് കയറിയാൽ കാണില്ലല്ലോ. അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ടാൽ ഈ മണ്ണെണ്ണയുടെ മണം കുറച്ചൊന്ന് കുറഞ്ഞേനെ. അടുക്കളയിലെ ആ പാത്രങ്ങളുമായി അവൾ പെരുമാറി തുടങ്ങിയതും പതിയെ ആ വീടുണർന്നു. അടുക്കളയിലെ പാചകജോലിയെല്ലാം ഒതുക്കി വെച്ച ശേഷം അവൾ ചൂലുമെടുത്ത് മുറ്റമടിക്കാനായി മുൻവശത്തേക്ക് ചെന്നു. ആ സമയം ഉമ്മറത്തെ തിണ്ണ കാലിയായിരുന്നു. ഇന്ന് എന്തു പറ്റിയാവോ? അല്ലെങ്കിൽ എത്ര വഴക്കിട്ടാലും രാവിലെ കുളിച്ചു മാറ്റി അടുക്കളയിൽ വെച്ചുണ്ടാക്കിയത് എടുത്തു കഴിച്ചിട്ടേ പോകാറുള്ളൂ. ഇനിയിപ്പോൾ താൻ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാവും, അവളൊന്ന് നിശ്വസിച്ചു. അവൾ ദോശ ചുട്ടെടുക്കുമ്പോഴാണ് മക്കൾ എഴുന്നേറ്റ് വന്നത്. പുറകിൽ ആളനക്കം അറിഞ്ഞ് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അമ്മയുടെ മക്കൾ എഴുന്നേറ്റോ? ചെന്ന് പല്ലു തേച്ച് വന്നോ? അപ്പോഴേക്കും അമ്മ ചൂടുള്ള കാപ്പി എടുത്തു വെക്കാം, അവൾ എന്നത്തെയും പോലെ പുഞ്ചിരിയോടെ തന്നെ അവരോട് പറഞ്ഞതും മക്കൾ 2 പേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. പിന്നെ അവർ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. എന്തേ ഇങ്ങനെ നോക്കുന്നേ? അവരുടെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. അതമ്മേ, അച്ഛൻ എവിടെ? അച്ഛൻ പോയോ? ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് മാളുവാണ് അത് ചോദിച്ചത്. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞിരുന്നു ആ സമയം. അപ്പുവിൻ്റെ മുഖവും അതുപോലെ തന്നെയാണ്. മാളു അത് ചോദിക്കുമ്പോൾ അവനും പേടിയോടെ ചുറ്റുമൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ നടന്ന ആ സംഭവം അവരുടെ മനസ്സിനെ ആകെ പിടിച്ചുലച്ചു കളഞ്ഞിരുന്നു. അവൾ അവരെ തന്നെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകളിൽ കാണുന്ന ഭയം അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതവളെ കൂടുതൽ പേടിപ്പെടുത്തി. അറിയില്ല മക്കളെ, അമ്മ എണീറ്റപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു.
പിന്നെ കണ്ടില്ല. ചിലപ്പോ പോയി കാണും. മക്കൾ പേടിക്കേണ്ടട്ടോ, ഇവിടെ എങ്ങും കാണുന്നില്ല. അവൾ രണ്ടുപേരുടെയും നെറുകിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. അവരുടെ മുഖം അപ്പോഴും തെളിഞ്ഞില്ല. അവൾ അവരെ തന്നെ നോക്കി നിന്നു. ഇനി എന്താ? അവരുടെ തെളിയാത്ത മുഖം കണ്ട് അവൾ വീണ്ടും അവരോട് ചോദിച്ചു. അതമ്മേ, അച്ഛൻ ഇന്നലെ ചെയ്തതുപോലെ ഇനിയും ചെയ്യോ? അമ്മേനെ ഇനിയും വേദനയാക്കോ? കൊല്ലാൻ നോക്കുവോ? അപ്പു ആണ് അത് ചോദിച്ചത്. അവൾ അവരെ തന്നെ ഒന്ന് നോക്കി. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ മക്കൾ. അവരുടെ ചോദ്യങ്ങൾ അവളെ വല്ലാതെ തളർത്തി. ഇന്നലെ വരെ എത്ര കുടിച്ചാലും തന്നെയും മക്കളെയും ഇല്ലാതാക്കില്ല എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തോടുകൂടി അതും അവസാനിച്ചിരിക്കുന്നു. മക്കളെ ചിലപ്പോൾ ഒന്നും ചെയ്യില്ലായിരിക്കും. എന്നാൽ തന്നെ അങ്ങനെയല്ല. കുടിച്ച് സ്വബോധം നശിച്ചു നിൽക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ കൊല്ലാനും മടിക്കില്ല. അവൾ ഓർത്തു. അമ്മ എന്താ ഒന്നും പറയാത്തെ? അച്ഛൻ അമ്മേനെ കൊല്ലുവോ? ഒന്നും പറയാതെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാളു ചോദിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് മക്കളെ നോക്കി. പറയമ്മേ, അച്ഛൻ ശരിക്കും അമ്മേനെ കൊല്ലുവോ? മാളു വീണ്ടും ചോദിച്ചു. ഏയ് ഇല്ല മോളെ, അത് അമ്മ ഇന്നലെ തന്നെ എൻ്റെ മക്കളോട് പറഞ്ഞില്ലേ. പിന്നെന്താ? അതൊക്കെ അച്ഛൻ കുടിച്ചു വന്ന് വെറുതെ ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്യുന്നതല്ലേ. അതൊന്നും അമ്മയുടെ മക്കൾ കാര്യാക്കണ്ട. ചെന്ന് പല്ലു തേച്ചു വാ അപ്പു. അവളൊരു ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് തന്നെ മക്കളോട് പറഞ്ഞു. അവർ ഇന്നലെ തന്നെ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. ഇനിയും അവരെ പേടിപ്പിക്കാൻ വയ്യ. അപ്പോ ഞങ്ങളെയോ? ഞങ്ങളെ വേദനയാക്കുവോ അമ്മേ അച്ഛൻ? ഏയ് അങ്ങനെയൊന്നും ഇല്ല അപ്പു. അച്ഛൻ അങ്ങനെ ചെയ്യോ? ഒരിക്കലുമില്ല. ധൈര്യമായിട്ടിരിക്കി. ചെന്ന് പല്ലു തേച്ചു വാ. അവളൊരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അവരവളെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് അടുക്കളപ്പുറത്തേക്കിറങ്ങി. അപ്പു, എന്താ വാവേ, എന്താ ആലോചിച്ചിരിക്കണേ? പല്ലു തേക്കുമ്പോഴും എന്തോ ചിന്തിച്ചിരിക്കുന്ന അപ്പുവിനെ കണ്ട് മാളു ചോദിച്ചു. അതോ, എനിക്ക് പേടിയാവുന്നു ചേച്ചി. അച്ഛൻ നമ്മളെ... അപ്പു പറഞ്ഞു വന്നതും മാളു അവളുടെ കുഞ്ഞിക്കൈകൊണ്ട് അവൻ്റെ വാ പൊത്തി. ഇല്ല അപ്പു, അമ്മ പറഞ്ഞില്ലേ അങ്ങനെയൊന്നുമില്ലാന്ന്. പിന്നെന്താ? പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കി. അപ്പുവിൻ്റെ ചേച്ചിയല്ലേ പറയുന്നേ. സ്വയം ഉള്ളിലൊരു പേടി തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മാളു അപ്പുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മക്കൾക്ക് ചായയും കൊടുത്ത് അവർ രണ്ടുപേരെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷം അവൾ വീടും പൂട്ടി ഇറങ്ങി. നാട്ടിലെ തന്നെ ഒരു മാഷിന്റെ വീട്ടിൽ ജോലിക്ക് പോവുകയാണ് അവൾ. മാഷ് ജോലിക്ക് മക്കൾ രണ്ടുപേര് സ്കൂളിലേക്കും പോയാൽ പിന്നെ മാഷിന്റെ ഭാര്യ മാത്രമേ വീട്ടിലുണ്ടാകൂ. അവർ ഫാഷൻ ഡിസൈനറാണ്. വീട്ടിൽ തന്നെ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവരുടെ മക്കൾക്കും സ്വപ്നയുടെ മക്കളുടെ അതേ പ്രായമാണ്. നിറമുള്ള ഉടുപ്പുകളിട്ട് നിറയെ കളിപ്പാട്ടങ്ങളുമായി ചിരിച്ചു കളിച്ച് നടക്കുന്ന അവരെ കാണുമ്പോൾ സ്വപ്ന തൻ്റെ മക്കളെക്കുറിച്ചും ഓർക്കും. ഇത്രത്തോളം ആർഭാടങ്ങളും സുഖസൗകര്യങ്ങളും ഇല്ലെങ്കിലും സന്തോഷമുണ്ടായിരുന്നു അവർക്ക്. കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളും മിഠായികളും വാങ്ങിക്കൊടുത്ത് അവരെ കൊഞ്ചിച്ചിരുന്ന ഒരച്ഛനുണ്ടായിരുന്നു അവർക്ക്. അച്ഛൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നുറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു അവർക്ക്. എല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. അതിനൊരു കാരണമേ ഉള്ളൂ, മദ്യം. അവൻ കുടിക്കുന്നതിനു മുൻപ് അവൾ ജോലിക്കൊന്നും പോയിരുന്നില്ല. പോകേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മക്കളുടെയും അവൻ്റെയും കാര്യങ്ങൾ നോക്കി ആ കുഞ്ഞു വീട്ടിൽ അവൾ സന്തോഷവതിയായിരുന്നു. കെട്ടിടപ്പണിയായിരുന്നു അവന്. പണിയുള്ള ദിവസം അത്യാവശ്യം നല്ല പൈസ തന്നെ അവന് കൂലിയായി കിട്ടാറുമുണ്ട്. ഒരു കുടുംബത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ അതുതന്നെ ധാരാളമാണ്. കള്ളുകൂടി തുടങ്ങി കുടുംബം തീരെ നോക്കാതെ വന്നപ്പോഴാണ് അവൾ വീട്ടുജോലിക്കിറങ്ങിയത്. 10ാം ക്ലാസ് വരെയേ അവൾ പഠിച്ചിട്ടുള്ളൂ. അത്ര വരെ തന്നെ അവളെ പഠിപ്പിച്ചത് വലിയ ഭാഗ്യം. വീട്ടുജോലിക്ക് പോയി തുടങ്ങി അതിൽ നിന്നും ചെറിയ പൈസ കിട്ടി തുടങ്ങിയപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് എത്ര വലിയ പൈസയാണ് അവൻ വെറുതെ കുടിച്ചു നശിപ്പിക്കുന്നതെന്ന്. അത് ആലോചിക്കുമ്പോൾ അവൾക്ക് സങ്കടമാണ്. വേദന കൊണ്ട് ഹൃദയം വല്ലാതെ പൊട്ടിയടരും. കുടിക്കുന്നതിന് മുൻപുള്ള രൂപേഷിനെ അവൾ കൊതിയോടെ, അതിലേറെ വേദനയോടെ ഓർക്കും. ജോലി കഴിഞ്ഞ് വീടെത്തുമ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് 3 മണിയോടടുത്തിട്ടുണ്ടാകും. ഒരിക്കൽ ജോലി കഴിഞ്ഞെത്തിയ അവൾ അവളുടെ വീടാകെ ഒന്ന് ശ്രദ്ധിച്ചു. അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങിയ ശേഷമാണ് അവൾ സ്വന്തം വീടിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചത്. 2 മുറിയുള്ള ചെറിയൊരു വീടാണ്. ചെറിയ വീടാണെങ്കിലും എല്ലാം അവൾ വളരെ വൃത്തിയോടെ അടുക്കിപ്പെറുക്കി ചിട്ടയോടെ വെക്കുമായിരുന്നു. എന്നാൽ കുടിച്ചു വന്ന് എന്നും അതെടുത്ത് വലിച്ചെറിയുന്നത് സ്ഥിരമാക്കിയതോടെ അവൾക്ക് മടുത്തു. അല്ലെങ്കിലും ആർക്കു വേണ്ടിയാണ് നന്നാക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നന്നാക്കുന്നത്? അവൾക്ക് ശരിക്കും മടുത്തു പോയിരുന്നു.
പണ്ട് പാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന അടുക്കള ഇന്ന് 3/4 ഭാഗവും കാലിയാണ്. എല്ലാം കൊണ്ടുപോയി വിറ്റു നശിപ്പിച്ചതാണ്. അവനെ കുടിക്കാൻ പഠിപ്പിച്ചവരെക്കുറിച്ച് പലപ്പോഴും അവൾ ഉറക്കെയും അല്ലാതെയും പിറുപിറുത്തുകൊണ്ടിരുന്നു. എടാ രൂപേഷേ, നീ ഇതെന്ത് ആലോചിച്ചിരിക്കുക? എത്ര നേരായി അത് ഒഴിച്ചു വെച്ചിട്ട്? അതങ്ങെടുത്ത് വലിച്ചു കുടിക്കടാ. ഒത്തിരി നേരമായിട്ടും ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന മദ്യം കുടിക്കാതെ ഇരിക്കുന്ന രൂപേഷിനെ കണ്ട് അവന്റെ കൂട്ടുകാരൻ സൂരജ് പറഞ്ഞു. അന്നൊരിക്കൽ അവളെ മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു കളയാൻ പറഞ്ഞതും ഇതേ കൂട്ടുകാരൻ തന്നെയാണ്. രൂപേഷ് അവനെ തന്നെ ഒന്ന് നോക്കി. പിന്നെ ആ ഗ്ലാസ് പതിയെ ദൂരേക്ക് നീക്കി വെച്ചു. എനിക്ക് വേണ്ടടാ, നിങ്ങൾ കഴിച്ചോ, രൂപേഷ് പറഞ്ഞു. അതു കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. എന്താ നീ പറഞ്ഞേ? തങ്ങൾ കേട്ടത് തെറ്റിയതാകുമെന്ന് കരുതി അവർ വീണ്ടും അവനോട് ചോദിച്ചു. അവൻ ആരുടെ മുഖത്തേക്കും നോക്കുന്നില്ല. തലയും കുനിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ മുഖത്താണ്. ഞാൻ കുടി നിർത്തിയാലോ എന്ന് ആലോചിക്കുക. ഞാൻ മാത്രമല്ല, നിങ്ങളും. അവൻ പറഞ്ഞതും എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ആ ഞെട്ടലോടെ തന്നെയാണ് എല്ലാവരും അവനെ നോക്കിയതും. എന്നാൽ പെട്ടെന്ന് തന്നെ അവരുടെ ഞെട്ടൽ മാറി അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. നീ എന്താ പറഞ്ഞേ? കുടി നിർത്താൻ പോവുകയാണെന്നോ? നീ ഇതെന്താ പറഞ്ഞെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? പിന്നെ കുടി നിർത്താൻ പോവല്ലേ? നടന്നത് തന്നെ. നീ ഇതങ്ങ് കുടിച്ചേ. അവർ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് വീണ്ടും അവന്റെ കയ്യിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഏയ് വേണ്ടടാ, ഞാൻ കാര്യമായിട്ടും പറഞ്ഞതാ. ഇതൊന്നും ശരിയല്ലടാ. ഇത് കാരണം എല്ലാവരും വേദനിക്കേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് വേണ്ടടാ. ഞാൻ മാത്രല്ല, ഇനി നിങ്ങളും കുടിക്കേണ്ട. നമുക്കിത് നിർത്തിയേക്കാംടാ, രൂപേഷ് വീണ്ടും പറഞ്ഞു. എടാ, നീ കാര്യമായിട്ടും പറഞ്ഞതാണോ? അവൻ പറഞ്ഞതു കേട്ട് അവരവനോട് ചോദിച്ചു. ആന്നേ, ഞാൻ ശരിക്കും ആലോചിച്ചു. ഞാനെല്ലാം നിർത്താൻ പോവുക. ഇത് ശരിയാവില്ല. ഇനിയും ഞാനിങ്ങനെ കുടിച്ചാൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. എൻ്റെ സ്വപ്നയെ, എൻ്റെ മക്കളെ, അങ്ങനെയെല്ലാം എനിക്ക് നഷ്ടപ്പെടും. വയ്യ, എനിക്കതൊന്നും ആലോചിക്കാൻ പോലും വയ്യ. തലേന്ന് രാത്രി അവളുടെ തലയിലൂടെ മണ്ണെണ്ണയൊഴിച്ച് തീപ്പെട്ടി ഉരയ്ക്കാൻ പോയത് ആലോചിച്ച് അവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് പറഞ്ഞു. മക്കൾ വരാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ, മക്കൾ വന്നിട്ടും മദ്യത്തിന്റെ ലഹരിയിൽ തനിക്കത് കത്തിക്കാൻ തോന്നിയിരുന്നെങ്കിൽ. വയ്യ, അങ്ങനെയൊന്ന് ആലോചിക്കാൻ പോലും വയ്യ. എന്താടാ നിനക്ക് പറ്റിയേ? എന്താ പെട്ടെന്ന് നിനക്ക് ഇങ്ങനെയൊരു മാറ്റം? സൂരജ് ചോദിച്ചു. രൂപേഷ് അവനെ ഒന്ന് നോക്കി. മുൻപൊരിക്കൽ അവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞേക്കെന്ന് തനിക്ക് പറഞ്ഞു തന്നത് ഇവനാണ്. ഇന്നലെ രാത്രിയിൽ അത് ഓർമ്മ വന്നതുകൊണ്ടാണ് താൻ പെട്ടെന്ന് മണ്ണെണ്ണ എടുത്തതും കത്തിക്കാൻ പോയതുമെല്ലാം. അവനെ കുറ്റം പറയുകയല്ല. അവനല്ല തെറ്റുകാരൻ, താനാണ്. എല്ലാ തെറ്റും തൻ്റേതാണ്. ആരെന്തു പറഞ്ഞു തന്നിട്ടാണേലും തൻ്റെ ഭാര്യയോട്, തൻ്റെ മക്കളോട്, തൻ്റെ മക്കളുടെ അമ്മയോട് ഒരിക്കലും അങ്ങനെയൊന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു. അവളുടെ മുടിക്കുത്തിൽ പിടിച്ചതും മുഖത്തടിച്ചതുമെല്ലാം അവന് ഓർമ്മ വന്നു. അവനാകെ ഒരു വല്ലായ്മ തോന്നി, വേദന തോന്നി, ഹൃദയം പിളരുന്നത് പോലെ ഒരു വേദന. കല്യാണം കഴിഞ്ഞതു മുതൽ മദ്യപിക്കുന്നത് വരെയുള്ള സ്നേഹസുന്ദരമായ ജീവിതം അവന് ഓർമ്മ വന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ അവൾ കരഞ്ഞുകൊണ്ട് തന്നോട് പറഞ്ഞത്. അവളെ കെട്ടിപ്പിടിച്ച് പേടിച്ചു വിറച്ച് കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി തന്നെ പേടിയോടെ നോക്കിയ തൻ്റെ മക്കൾ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നുറങ്ങിയിരുന്ന, പലഹാരങ്ങളുമായി താൻ വരുന്നതും നോക്കി ഉമ്മറത്ത് തന്നെ കാത്തിരുന്ന, തന്നെ കാണുമ്പോൾ ഓടി വന്ന് വട്ടം ചുറ്റി പിടിക്കുന്ന തൻ്റെ മക്കൾ. അവൾ പറഞ്ഞത് ശരിയാണ്. എത്രയായി താൻ തൻ്റെ മക്കൾക്ക് 1 രൂപയുടെ മിഠായിയെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട്, അടുത്തിരുത്തി സ്നേഹത്തോടെ ഒന്ന് ചേർത്തു പിടിച്ചിട്ട്. ജോലി ചെയ്ത് കിട്ടുന്ന പൈസയ്ക്കെല്ലാം കള്ളു കുടിക്കും. 1 രൂപ പോലും വീട്ടിലേക്ക് കൊടുക്കില്ല. സാധനങ്ങൾ വാങ്ങില്ല. അതും പോരാതെ അവൾ കണ്ട വീട്ടിൽ പോയി ജോലിയെടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെ ഇരുന്ന് തിന്നുകയും ചെയ്യും. തിന്നുകഴിഞ്ഞാൽ അതുണ്ടാക്കി തന്നവളുടെ മെക്കിട്ട് തന്നെ കയറുകയും ചെയ്യും. കൂടുതൽ ഓർക്കാൻ അവന് സാധിച്ചില്ല. അതിനുള്ള ധൈര്യം തനിക്കില്ലെന്ന് അവന് തോന്നി. അവനോട് തന്നെ വെറുപ്പും ദേഷ്യവും തോന്നി. കൂട്ടത്തിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വരികയും ചെയ്തു. എടാ, നീ എന്താ ഒന്നും പറയാത്തെ? എന്താ ഉണ്ടായത്? എന്തോ ഒന്ന് കാര്യമായിട്ടുണ്ടാകാതെ നീ ഇങ്ങനെ പറയില്ലല്ലോ. ഒന്നും പറയാതെ താഴേക്ക് നോക്കി തലയും കുനിച്ചു നിൽക്കുന്ന അവനെ കണ്ട് അവർ വീണ്ടും അവനോട് ചോദിച്ചു. അവനൊന്ന് തലയുയർത്തി അവരെ ഒന്ന് നോക്കി. പിന്നെ പതിയെ നടന്നതെല്ലാം പറഞ്ഞു. എല്ലാവരും അവൻ പറയുന്നത് കേട്ടുനിന്നു. സൂരജ് ഒഴികെ ബാക്കി എല്ലാവരുടെ മുഖവും മാറിയിട്ടുണ്ട്. സൂരജ് എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരുടെ മുഖവും മാറിയിട്ടുണ്ട്. ഒരു തരം കുറ്റബോധമോ സങ്കടമോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ.
അതുകൊണ്ട് തന്നെ സൂരജ് ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായിരുന്നു. നമുക്കിത് വേണ്ടടാ, നമുക്കിത് നിർത്താം. എന്നും ഇങ്ങനെ കുടിച്ച് കുടിച്ച് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ നശിക്കേ ഉള്ളൂ. അവളുടെയും മക്കളുടെയും മുഖത്ത് നോക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. അതിന് പറ്റാത്തതുകൊണ്ടാ അവരൊക്കെ എഴുന്നേൽക്കുന്നതിൻ്റെ മുൻപേ ഞാൻ വീട്ടിൽ പോന്നത്. പക്ഷേ എനിക്കിന്ന് വീട്ടിൽ പോകണം, കുടിക്കാതെ. അവളുടെ പണ്ടത്തെ രൂപേഷായി, എൻ്റെ മക്കളുടെ നല്ല അച്ഛനായി. അവൻ പറഞ്ഞുകൊണ്ട് 2 കൈകൊണ്ടും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. പിന്നെ എല്ലാവരെയും ഒന്ന് നോക്കി. നമുക്കിത് വേണ്ട, നമുക്കിത് വേണ്ടടാ സൂരജേ. അവൻ സൂരജിന്റെ കയ്യിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതേടാ, നീ പറഞ്ഞതാ ശരി. ഇതുകൊണ്ട് ആർക്കും ഒരു നേട്ടവുമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പൈസ കൊടുത്ത് വാങ്ങി ഗ്ലാസ്സിൽ ഒഴിച്ചു പോയില്ലേ? ഇതുകൂടി കുടിച്ച് ഇതോടുകൂടി നമുക്കിതങ്ങ് നിർത്തിയേക്കാം. സൂരജ് പറഞ്ഞതും ഒഴിച്ചുവെച്ച നിറഞ്ഞ ഗ്ലാസ്സിലേക്ക് എല്ലാവരും ഒന്ന് നോക്കി. രൂപേഷ് ഒഴികെ ബാക്കി എല്ലാവരും സൂരജ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് ഗ്ലാസ് കയ്യിലെടുത്തു. ഇത് ലാസ്റ്റ്, കുടിക്കടാ രൂപേഷേ. സൂരജ് അവൻ്റെ നേരെ ഗ്ലാസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ടടാ, ഞാൻ നിർത്തി. രൂപേഷ് വേണ്ടെന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഉച്ചയ്ക്ക് അലക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വപ്നയുടെ ചെറിയ കീപാഡ് ഫോൺ റിംഗ് ചെയ്തത്. അവൾ കൈയൊന്ന് കഴുകി ഇട്ടിരിക്കുന്ന മാക്സിയിൽ തന്നെ നനഞ്ഞ കൈ തുടച്ചുകൊണ്ട് വന്ന് ഫോൺ എടുത്തു. ടീച്ചറാണല്ലോ, എന്താ ഈ നേരത്തൊരു വിളി? ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന പേരിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അറിയാതെ തന്നെ പറഞ്ഞുപോയി. ഒപ്പം വല്ലാത്തൊരു ആദിയും അവൾക്കുള്ളിൽ നിറഞ്ഞു. അവൾ വേഗത്തിൽ കോളെടുത്ത് ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ ടീച്ചറെ, അവൾ വിളിച്ചു. ആ വിളിയിൽ ഒരു തരം പേടി നിറഞ്ഞു നിന്നിരുന്നു. സ്വപ്നെ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഉച്ചയ്ക്ക് കളിക്കുന്നതിനിടയിൽ അർപ്പിത് ഒന്ന് വീണു. കാലിന് ചെറിയൊരു പരിക്ക്. പേടിക്കാനൊന്നുമില്ല, ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലുണ്ട്. സ്വപ്ന ഒന്ന് ഇവിടം വരെ വരണം, ടീച്ചർ പറഞ്ഞു. അവളെ പേടിപ്പിക്കാത്ത വിധത്തിലാണ് ടീച്ചർ പറഞ്ഞത്. എങ്കിലും അമ്മയല്ലേ, മക്കൾക്കൊരു മുള്ളു കൊണ്ടാൽ പോലും പേടിക്കാത്തവരുണ്ടോ? അയ്യോ ടീച്ചറെ, അവൾ കരയാനായി. ഞാൻ പറഞ്ഞില്ലേ സ്വപ്നെ, പേടിക്കാനൊന്നുമില്ല. അവനൊന്ന് പേടിച്ചിട്ടുണ്ട്. തന്നെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നു. താൻ എത്രയും പെട്ടെന്ന് ഒന്ന് വാ. ഞാൻ ഇപ്പോൾ തന്നെ വരാം. ഏത് ഹോസ്പിറ്റലിലാ? ഇവിടെ മെഡിക്കൽ കോളേജിലാ, കാഷ്വാലിറ്റിയിലാണ്. അവിടേക്ക് വന്നാൽ മതി. ശരി ടീച്ചറെ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. അപ്പുവിന് ശരിക്കും പേടിക്കാനൊന്നുമില്ലല്ലോ? അവൾ വീണ്ടും ചോദിച്ചു. ഇല്ല സ്വപ്നെ, ഞാൻ പറഞ്ഞില്ലേ, പേടിക്കാനൊന്നുമില്ല. താനിങ്ങ് വേഗം വരൂ. ടീച്ചർ പറഞ്ഞതും അവൾ വരാമെന്നും പറഞ്ഞ് വേഗത്തിൽ ഫോൺ വെച്ചു. അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. എന്തു ചെയ്യുമെന്നറിയില്ല. കയ്യിലാണെങ്കിൽ 100 രൂപ തികച്ച് എടുക്കാനുണ്ടോന്ന് സംശയമാണ്. അവൾ വേഗം കൈയും കാലും കഴുകി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളവാതിൽക്കൽ നിന്നും എത്തി നോക്കിയപ്പോൾ കണ്ടു ഹാളിലെ സോഫയിലിരുന്ന് TV കാണുന്ന പ്രിയയെ. പ്രിയേച്ചി, അവൾ അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ട് വിളിച്ചു. വിളി കേട്ട് പ്രിയ തിരിഞ്ഞു നോക്കി. എന്തേ സ്വപ്നെ? അവൾ ചോദിച്ചു. അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് പ്രിയ ശ്രദ്ധിച്ചിരുന്നു. അത് അപ്പുവിൻ്റെ ടീച്ചർ വിളിച്ചിരുന്നു. അപ്പു സ്കൂളിലൊന്ന് വീണു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞേ. പക്ഷേ എനിക്കെന്തോ പേടിയാകുന്നു. അവനെന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകില്ല. 2 കൈകൊണ്ടും കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് സ്വപ്ന പറഞ്ഞു. അതുകേട്ട് പ്രിയ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അയ്യോ, എന്നിട്ടോ? പ്രിയ ഒരു ഞെട്ടലോടെ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല പ്രിയേച്ചി. അവിടെ ചെന്ന് എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടാലേ എനിക്ക് സമാധാനാവൂ. സ്വപ്ന കരച്ചിലാണ്. പേടിക്കേണ്ട സ്വപ്നെ, കുഴപ്പമൊന്നും ഉണ്ടാകില്ല. എന്തായാലും നീ എത്രയും പെട്ടെന്ന് അവിടം വരെ ചെല്ല്, പ്രിയ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. സ്വപ്ന പ്രിയയെ തന്നെ ഒന്ന് നോക്കി. പണമായിട്ട് കയ്യിലൊന്നുമില്ല. കഷ്ടിച്ച് 100 രൂപ എന്തോ പേഴ്സിൽ മിച്ചം കാണണം. ജോലിയെടുക്കുന്ന പൈസ അന്നന്ന് വാങ്ങും. എന്നാലേ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റൂ. ഇന്നലത്തെ പൈസയും വാങ്ങി. ഇനിയിപ്പോൾ ഇന്നത്തെ പൈസ കൂടി വാങ്ങിയാൽ 350 രൂപയാകും. 250 രൂപയാണ് അവളുടെ ഒരു ദിവസത്തെ കൂലി. പിന്നെ നിന്റെ പണിയെല്ലാം കഴിഞ്ഞിരുന്നോ? പ്രിയ പെട്ടെന്ന് എന്തോ ഓർത്തെടുത്തതുപോലെ ചോദിച്ചു. അലക്കാൻ കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് അലക്കി. അപ്പോഴാണ് ടീച്ചർ വിളിച്ചത്. വെപ്രാളത്തോടെയാണ് സ്വപ്ന ഓരോന്നും പറയുന്നത്. അവൾക്ക് എങ്ങനെയെങ്കിലും അപ്പുവിൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്നേയുള്ളൂ. എന്നാൽ പിന്നെ ഞാനത് ഇനി മെഷീനിൽ ഇട്ടോളാം. നീ ഇനി അത് അലക്കി നേരം കളയണ്ട.
ഞാൻ നിന്റെ പൈസ എടുത്തിട്ട് വരാം, വേഗം ചെല്ലാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് പ്രിയ നടക്കാൻ ഒരുങ്ങിയതും സ്വപ്ന അവരെ പിറകിൽ നിന്നും വിളിച്ചു. അവരൊന്ന് തിരിഞ്ഞു നോക്കി. എന്തേ? പ്രിയ ചോദിച്ചു. അത് പ്രിയേച്ചി ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. എൻ്റെ കയ്യിൽ പണമായിട്ട് ഒന്നുമില്ല. 250 രൂപയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് എങ്ങനെയാ? അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? എന്തെങ്കിലും കുറച്ച് പൈസ കടമായിട്ട് തരാമോ? ഞാൻ വന്നിട്ട് ജോലി എടുത്തു തരാം. ചോദിക്കാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ. സ്വപ്ന പറഞ്ഞതും പ്രിയ അവളെ തന്നെയൊന്ന് നോക്കി. അവളുടെ മുഖം ആകെ വല്ലാതെ ആയിട്ടുണ്ട്. പേടിച്ച് വിളറിയിരിക്കുന്നു. ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് പ്രിയ മുറിയിലേക്ക് നടന്നു. സ്വപ്ന നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് കടക്കുന്ന ആ വാതിൽക്കൽ അങ്ങനെ നിന്നു. കുറച്ചു കഴിഞ്ഞതും പ്രിയ പുറത്തേക്ക് വന്നു. ഇത് ഇന്നത്തെ 250, പിന്നെ ഇത് 2500 രൂപയുണ്ട്. ഇത് എൻ്റെ കയ്യിലെ പൈസയാ. ഇന്നലെ വണ്ടിയുടെ അടവ് ആയിരുന്നു. ഇനിയുമുണ്ട് 2-3 അടവ്. സുധിയേട്ടൻ്റെ കയ്യിൽ ഇനി എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയില്ല. എങ്കിലും സാരമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക്, ഞാൻ ചോദിച്ചു നോക്കാം. പ്രിയ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. പ്രിയ ആ പറഞ്ഞതിൻ്റെ അർത്ഥവും പൊരുളും ഒന്നും അവൾക്ക് മനസ്സിലായില്ല. ശരിക്കും പൈസ ഇല്ലാഞ്ഞിട്ടാകുമോ, അല്ലെങ്കിൽ ഇനി ഒരു ആവശ്യവും പറഞ്ഞ് വിളിക്കാതിരിക്കാനുള്ള സൂചനയായിരിക്കുമോ എന്നൊന്നും. എന്തായാലും കയ്യിൽ കിട്ടിയ 2500 രൂപ അവൾക്ക് വലിയ ആശ്വാസമായി തോന്നി. ഇതെങ്കിൽ ഇത്രയെങ്കിലും കിട്ടിയല്ലോ. അവൾക്ക് പ്രിയയോട് വല്ലാത്ത നന്ദി തോന്നി. അവൾ വേഗം ചെന്ന് നനഞ്ഞ മാക്സി മാറ്റി രാവിലെ വരുമ്പോൾ ഇട്ടിരുന്ന ചുരിദാർ കവറിൽ നിന്നും എടുത്തിട്ടു. പിന്നെ കവറും പേഴ്സും ഫോണും എടുത്ത് ഹാളിലേക്ക് വന്നു. പ്രിയേച്ചി, അവൾ വീണ്ടും അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് കടക്കുന്ന ആ വാതിൽക്കൽ വന്നു നിന്ന് വിളിച്ചു. പ്രിയ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ പോവുക, അടുക്കളവാതിൽ അടച്ചേക്കണേ, അവൾ പറഞ്ഞു. നീ ഒന്നും കഴിച്ചില്ലല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നോ? പ്രിയ ചോദിച്ചു. വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുക, പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു. അവൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. തൊണ്ടയിൽ നിന്നിറങ്ങില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. അപ്പുവിനെ കണ്ട് അവനൊന്നുമില്ലെന്ന് അറിയണം. എങ്കിലേ അവൾക്ക് ശ്വാസം നേരെ വീഴൂ. ഗേറ്റ് അടിച്ച് റോഡിലേക്കിറങ്ങി അവൾ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറ്റാനൊന്നും വയ്യ. ഉടുത്തിരിക്കുന്ന വസ്ത്രത്താലെ തന്നെ അവൾ മുൻപിലേക്കോടി. വെയിൽ നന്നേ കൂടിയിട്ടുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഇനിയിപ്പോൾ ബസ്സൊക്കെ കിട്ടി അവിടെ എപ്പോൾ എത്താനാ ദൈവമേ? എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവല്ലേ, അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ ഓടിക്കൊണ്ട് തന്നെ പേഴ്സിൽ നിന്നും ഫോണെടുത്ത് അതിൽ രൂപേഷേട്ടൻ എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. റിങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. ആ കോൾ മുഴുവൻ അടിഞ്ഞു കട്ടായതും അവൾ രണ്ടാമതും വിളിച്ചു. അതും എടുക്കാതെ വന്നപ്പോൾ എന്തോ ഒരു പ്രേരണയിൽ അവൾ വീണ്ടും വിളിച്ചു. എന്നാൽ അത് 2 റിങ് അടിച്ചപ്പോഴേക്കും അപ്പുറത്തു നിന്നും കോൾ കട്ട് ചെയ്തു കളഞ്ഞു. അവൾ വീണ്ടും വിളിച്ചു. അപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുന്നത്. അവൾ ഫോണിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പരിഭവം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. അപ്പുവിന് എന്താണ് പറ്റിയത് എന്ന് അറിയാതെ പേടിച്ചു പോയ സമയത്ത് താങ്ങാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആശിച്ചു പോയിരുന്നു. ആ ഒരു സമയത്ത് അതുകൊണ്ട് മാത്രം വിളിച്ചു പോയതാണ്. വേണ്ടിയിരുന്നില്ല, വിളിക്കേണ്ടിയിരുന്നില്ല. ആ പഴയ രൂപേഷേട്ടനെയല്ല ഇപ്പോൾ. നാളുകളായി വിളിക്കാത്ത താനിപ്പോൾ ഇങ്ങനെ വിളിക്കാതെ വിളിക്കുമ്പോൾ അതെന്തെങ്കിലും അത്യാവശ്യം കൊണ്ടാണെന്ന് അറിയില്ലേ? എത്ര പ്രാവശ്യം വിളിച്ചു? ഫോണെടുത്ത് എന്താ കാര്യമെന്നെങ്കിലും ചോദിക്കാമായിരുന്നല്ലോ. മുൻപോട്ട് നടക്കുന്നതിനിടയിൽ അവൾ ചിന്തിച്ചു. അവളുടെ ഹൃദയം വല്ലാതെ മുറിഞ്ഞു. ബസ് സ്റ്റോപ്പിലെത്തി കുറേ സമയം നിന്നു. ഉച്ച സമയം ആയതുകൊണ്ടോ എന്തോ ഒരു ബസ് പോലും വരുന്നില്ല. അവൾക്കാകെ വെപ്രാളം തോന്നി. അവൾ ഫോണിൽ സമയം നോക്കിക്കൊണ്ടിരുന്നു. 2:35. ഇതെന്താ ഒരു ബസ് പോലും വരാത്തെ? ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ തന്നെയാണ്. എതിർവശത്തേക്ക് ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടുള്ള ബസ്സിന് കാത്തുനിന്നാൽ ഇങ്ങോട്ടുള്ള ബസ് വരും. ഇങ്ങോട്ടുള്ള ബസ്സിന് കാത്തുനിന്നാൽ അങ്ങോട്ടുള്ള ബസ്സും വരും. നശിച്ചൊരു ജന്മം തന്നെ, അവൾ സ്വയം പഴിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് മുൻപിൽ ഒരു സ്കൂട്ടി വന്നു നിന്നത്. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ അവളൊന്ന് ഞെട്ടി. സ്വപ്നെ, നീ ഇതെവിടെ പോവാ? എന്താടാ, എന്തു പറ്റി? എന്താ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ? അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഉയർത്തിക്കൊണ്ട് മീര ചോദിച്ചു. മീര അവളുടെ നാട്ടിലെ തന്നെ അടുത്ത കൂട്ടുകാരിയാണ്.
മീരയെ കണ്ടതും അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. സങ്കടം കൊണ്ടോ എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മീരെ, അപ്പുവിന് വയ്യ. ഉച്ചയ്ക്ക് കളിക്കുമ്പോൾ വീണെന്നും പറഞ്ഞ് അവന്റെ ടീച്ചർ കുറച്ചു മുൻപ് വിളിച്ചിരുന്നു. ഇപ്പോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാ. പേടിക്കാനൊന്നുമില്ല എന്നൊക്കെയാ പറഞ്ഞേ. പക്ഷേ എനിക്കെന്തോ പേടിയാകുന്നു മീരെ. എന്റെ കുഞ്ഞിന് എന്തേലും പറ്റിയിട്ടുണ്ടാവോ? എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ എത്ര നേരായി ഇവിടെ നിൽക്കുന്നതെന്നറിയോ? ഒരു ബസ് പോലും വരുന്നില്ല. രൂപേഷേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എനിക്ക് കൈയും കാലും വിറയ്ക്കുന്നു മീരെ. ഞാൻ എന്താ ചെയ്യുക? ഉള്ളിലെ പേടിയും സങ്കടവും പരിഭവവുമെല്ലാം അവൾ നിർത്താതെ മീരയോട് പറഞ്ഞുപോയി. പേടിക്കേണ്ടടി, അപ്പുവിനൊന്നും ഉണ്ടാവില്ല. എന്തേലും ഉണ്ടൽ ടീച്ചർ പറയാതിരിക്കോ? നീ വാ, കേറ്. ബസ് നോക്കി നിന്നാൽ ഇപ്പോ ഒന്നും അവിടെ എത്തില്ല. മീര പറഞ്ഞതും സ്വപ്ന അവളെ ഒന്ന് നോക്കി. നീ അവിടേക്കാണോ? അവിടേക്കൊന്നുമല്ല, വേറൊരു ആവശ്യത്തിന് ഇറങ്ങിയതാ. സാരമില്ല, ഇതല്ലേ ഇപ്പോ ഏറ്റവും വലിയ ആവശ്യം. നീ വാ. മീര പറഞ്ഞതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി. കൂട്ടത്തിൽ ചെറിയൊരു ധൈര്യവും. അവൾ വേഗം മീരയ്ക്ക് പിറകിൽ കയറിയിരുന്നു. എന്റെ കുട്ടികൾക്കൊന്നും പറ്റല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു അവൾക്കുള്ളിൽ അപ്പോൾ. അവരുടെ വണ്ടി ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് ഓടിക്കൊണ്ടിരുന്നു. അവളുടെയും മക്കളുടെയും ജീവിതം തന്നെ മാറിമറിയാനുള്ള യാത്രയാണ് അതെന്ന് അവൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഇതേ സമയം കൂട്ടുകാർക്കൊപ്പം കൂടിയിരുന്ന് മദ്യപിക്കുന്ന തിരക്കിലായിരുന്നു രൂപേഷ്. കുടിക്കാൻ മടി കാണിച്ചിരുന്ന, വേണ്ടെന്ന് പറഞ്ഞിരുന്ന രൂപേഷിനെ സൂരജ് പലതും പറഞ്ഞ് വീണ്ടും കുടിപ്പിച്ചു. കുടിച്ച് വീണ്ടും സ്വബോധം നഷ്ടമായപ്പോൾ അവളെയും മക്കളെയും വെറുക്കുന്ന തരത്തിൽ സൂരജ് വീണ്ടും പലതും പറഞ്ഞു കൊടുത്തു. എപ്പോഴത്തെയും പോലെ രൂപേഷിന്റെ മനസ്സിൽ വീണ്ടും അവളോട് ദേഷ്യം തോന്നി. മക്കളോട് സ്നേഹം തോന്നാതെയായി. അവൻ വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ച് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവന്റെ ഫോൺ റിംഗ് ചെയ്തത്. നാളുകൾക്കിപ്പുറം അവന്റെ ഫോണിലേക്ക് അവളുടെ നമ്പറിൽ നിന്നും ഒരു കോളെത്തി. അവൻ ഫോൺ എടുത്തു നോക്കുമ്പോൾ വൈഫ് എന്നു കണ്ട് അവന്റെ കണ്ണൊന്ന് ചുരുങ്ങി. പിന്നെയാണ് അവന് കാര്യം പിടികിട്ടിയത്. ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു. അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ചിരുന്നു. പിന്നീട് വിളിയും പറച്ചിലും ഇല്ലാതെ എല്ലാം അവൻ മറന്നുപോയിരുന്നു. 2 പ്രാവശ്യം വിളിച്ചിട്ടും അവൻ കോൾ എടുത്തില്ല. ആരാടാ ഇങ്ങനെ വിളിക്കുന്നേ? അടുത്ത ഗ്ലാസ് മദ്യം കൂടി വായിലേക്കൊഴിച്ചുകൊണ്ട് അവന്റെ ഒരു കൂട്ടുകാരൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അവൻ എന്തെങ്കിലും പറയുന്നതിനു മുൻപേ അവന്റെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു. നോക്കുമ്പോൾ അവൾ തന്നെയാണ്. നാശം പിടിക്കാൻ, മനുഷ്യന് ഒരു സമാധാനവും തരില്ല. പിറുപിറുത്തുകൊണ്ട് അവൻ ആ കോൾ കട്ട് ചെയ്തു കളഞ്ഞു. കൂട്ടത്തിൽ പിന്നീട് വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുക കൂടി ചെയ്തു. ഇപ്പോൾ ഈ ചെയ്തു വെക്കുന്നത് കൊണ്ട് അവൻ എത്ര വലിയ നഷ്ടമാണ് വരാൻ പോകുന്നതെന്ന് അപ്പോൾ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു കാലത്ത് ചെയ്തു പോയതെല്ലാം ഓർത്ത് നീറിപ്പുകയുമെന്നും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ അവൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരുമെന്നും. ഇനി അവളുടെ കാലമാണ്. അവളെയും മക്കളെയും സ്വന്തമാക്കാൻ അവൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും.